ഹായ് കേരറ്റ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2022 അഗ്നിപത് സ്കീം വന്നത്. ഈ ഒരു സ്കീമിൽ കൂടി ഇന്ത്യൻ ആർമിയിലേക്കും നേവിയിലേക്കും അതേപോലെ എയർഫോഴ്സിലേക്കും കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോയത് 2023 ജനുവരി മന്ത് മുതലാണ്. ആദ്യം തന്നെ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു 4 വർഷമാണ് സർവീസ് ഡ്യൂറേഷൻ വരുന്നതെന്ന്. ഇതിനകത്ത് തന്നെ 25% പെർമനന്റ് ആവുന്നതായിരിക്കും, ബാക്കി 75% ഔട്ട് ആവുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് 2023 തന്നെ ജോലി കിട്ടിയ എല്ലാ കുട്ടികളുടെയും പേരൻസിന് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. 4 വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമോ, അതേപോലെ മറ്റെവിടെയെങ്കിലും ജോലി ലഭിക്കുമോ, അല്ലെങ്കിൽ ഇവർക്ക് ജോലിയൊന്നുമില്ലാതെ ഇവരുടെ ഈ ഒരു 4 വർഷം സർവീസ് തന്നെ വേസ്റ്റ് ആയിട്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെല്ലാം മറുപടിയായിട്ട് ഇന്നലെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എവിടെയാണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അനൗൺസ് ചെയ്ത്, അതേപോലെ തന്നെ PIBയിൽ വന്ന ഒഫീഷ്യൽ ലെറ്ററിൻ്റെ അപ്ഡേറ്റും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങളും അഗ്നിവീർ എന്നൊരു കാറ്റഗറിയിൽ കൂടി ഇന്ത്യൻ ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു ഗുഡ് ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ 4 വർഷത്തെ സർവീസിന് ശേഷം നിങ്ങൾ പെൻഷനായിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പാരാമിലിറ്ററിയിലേക്ക് എക്സാമും ഫിസിക്കലും ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. പാരാമിലിറ്ററി എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ജോബാണ്. അവിടെ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ജോബ് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇനി അങ്ങോട്ട് അഗ്നിവീർ കാറ്റഗറിയിൽ കൂടി ഇന്ത്യൻ ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. കാരണം 50% ഇവിടെ പെർമനൻ്റ് ആവുന്നുണ്ട്. ആർമി, നേവി, എയർഫോഴ്സിൽ ഇറങ്ങിയാൽ ഉടനെ തന്നെ 50% നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. പാരാമിലിറ്ററിയിലേക്കും സെലക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങളുടെ അഗ്നിവീർ എന്ന് പറയുന്ന ആ ഒരു ലൈഫ് വേസ്റ്റ് ആകത്തില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇതേപോലെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഡിഫൻസ് ജോബ് കിട്ടുന്നത് വരെ ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്നലെയാണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത്. എവിടെയാണ് ഇത് അനൗൺസ് ചെയ്ത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഗുഡ് ന്യൂസ്. പാരാമിലിറ്ററി അഗ്നിവീറിന് പെർമനന്റ് ജോലി കിട്ടാൻ പോകുന്നു. നോ എക്സാം, നോ ഫിസിക്കൽ, എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. CRPFിൻ്റെ അണ്ടറിലുള്ള CAPFിൻ്റെ അണ്ടറിലുള്ള ഫോഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? CRPF, BSF, അതേപോലെ തന്നെ CISF, ITBP എല്ലാ ഫോഴ്സിലേക്കുമാണ് വേക്കൻസി വരാൻ പോകുന്നത്. അതായത് 50% വേക്കൻസി. നോക്കൂ കുട്ടികളെ, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളും. ഇതാണ് ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്ത് PIBയിലാണ്. ഇതിനകത്തുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ പോകുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കൂ കുട്ടികളെ. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഈ ഒരു അപ്ഡേറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എവിടെയാണ് അനൗൺസ് ചെയ്ത്? ലോകസഭയിലാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? എവിടെയാണ്? ലോകസഭയിലാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഇന്നലെയാണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത്, കേട്ടോ കുട്ടികളെ. ഇനി ഈ ഒരു സ്കീം മുഖേന, അതായത് അഗ്നിപത് സ്കീമിൽ കൂടി നിങ്ങൾ അഗ്നിവീർ ആയതിനു ശേഷം റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, നിങ്ങളിപ്പോൾ റിട്ടയർഡ് ആയെന്ന് വിചാരിക്കുക. റിട്ടയർഡ് ആയിട്ട് നാട്ടിൽ വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും SSCGയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. 2026-27 ഒക്ടോബറിൽ വരുന്നതായിരിക്കും. അതിനകത്തും നിങ്ങൾക്ക് 50% സീറ്റ് ലഭിക്കുന്നതായിരിക്കും. 50% സീറ്റ്, അതായത് 25,000 അല്ലെങ്കിൽ 100 വേക്കൻസി. ഇപ്പോൾ നമുക്ക് 100 വേക്കൻസി എക്സാമ്പിളായിട്ട് എടുക്കാം. 100 വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ പാരാമിലിറ്ററിയിലേക്ക് 50 വേക്കൻസി ആർക്കായിരിക്കും? അഗ്നിവീറിൽ നിന്നും റിട്ടയർഡ് ആയ ആ പട്ടാളക്കാർക്കായിരിക്കും വെച്ചിരിക്കുന്നത്. അവർക്കുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ഒന്നും തന്നെ ഇല്ല. അതായത് ഹൈറ്റും വെയിറ്റും ഒന്നും നോക്കണ്ട, അതിൻ്റെ ഒരാവശ്യവുമില്ല. 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ 165 ആണെങ്കിൽ ജോലി കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഫിസിക്കൽ ഒന്നും തന്നെ ഇല്ല. റണ്ണിങ് ഒന്നും ചെയ്യേണ്ട, ചിന്നപ്പൊന്നും എടുക്കണ്ട, പിന്നെ റിട്ടേൺ എക്സാമും ഇല്ല, ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള അപ്ഡേറ്റ് ആണിത്. ബിഗ് അപ്ഡേറ്റ് ഫോർ എക്സ് അഗ്നിവീഴ്സ്. സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇനിയില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേക്കൻസി ലഭിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഫോഴ്സിലേക്കും അതേപോലെ തന്നെ ആസാം റൈഫിൾസിലേക്കും നിങ്ങൾക്ക് വേക്കൻസി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. 2 ഫോഴ്സിലേക്കാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എവിടേക്കാണ് കുട്ടികളെ റിസർവേഷൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കും അതേപോലെ തന്നെ ആസാം റൈഫിൾസിലേക്കും. ഇനി ഏതൊക്കെ ട്രേഡിലേക്കാണ്? കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി എന്നൊരു ട്രേഡിലേക്കും റൈഫിൾമാൻ എന്ന ട്രേഡിലേക്കുമാണ് നിങ്ങൾക്ക് റിസർവേഷൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 2 ട്രേഡിലേക്കുമാണ് നിങ്ങൾക്ക് റിസർവേഷൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അതേപോലെ തന്നെ റൈഫിൾമാൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണത്. നെക്സ്റ്റ് നോക്കൂ കുട്ടികളെ. 50% റിസർവേഷൻ 50% റിസർവേഷൻ എക്സ് അഗ്നിവേഴ്സിന് ലഭിക്കുന്നതായിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്
100 വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ 50 വേക്കൻസി ആർക്കായിരിക്കും? എക്സ് അഗ്നിവേഴ്സിനായിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് 3 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും, 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ബാച്ച് ഔട്ടാകുന്നത്, അതായത് 2023 ആദ്യത്തെ ബാച്ചിന് ട്രെയിനിങ് തുടങ്ങിയത്. ആ ബാച്ച് ഔട്ടാകുന്നത് 2026 നവംബർ ഡിസംബറിലാണ്. അപ്പോൾ ഈ ബാച്ചിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വർഷം മുതൽ റിട്ടയർഡ് ആവുന്ന ബാച്ചിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? ഇത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. സോ ഫൈനൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, എക്സ് അഗ്നിവീറിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വിങ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താണ് കുട്ടികളെ? ഡെഡിക്കേറ്റഡ് എക്സ് അഗ്നിവീർ വിങ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വിങ് മുഖേന, വിങ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ വരുന്നതായിരിക്കും. ARO എന്ന് പറയത്തില്ല, അതേ രീതിയിലൊക്കെ സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ വരുന്നതായിരിക്കും. ആ ഒരു ബ്രാഞ്ചിന് മെയിൻ വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അഗ്നിവീഴ്സിനെ എന്താണ് സപ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ കോർഡിനേഷൻ ചെയ്ത് എന്തോത്തിനാണ്? ഫോർ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. അവർ റിട്ടയർഡ് ആയതിനു ശേഷം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ പാരാമിലിറ്ററിയിൽ മാത്രമല്ല ഇന്ത്യൻ റെയിൽവേയിലും സ്റ്റേറ്റ് പോലീസിലും റിസർവേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് നോക്കൂ, അഗ്നിപത് സ്കീമിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് 25% റിസർവേഷൻ ആണ്. പക്ഷേ ഇപ്പോൾ ഡിമാൻഡ് തന്നെ 50% വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഇപ്പോൾ 50% പെർമനന്റ് ആകുന്നുണ്ട്. പിന്നെ ഇറങ്ങുന്ന എത്രയാണ്? 50%. ആ 50% ഇറങ്ങുന്ന ഉടനെ എവിടെ വരും? പാരാമിലിറ്ററിൽ അവർക്ക് ജോലി കിട്ടും. അപ്പോൾ 4 വർഷം അവിടെയും അവൻ സെറ്റാക്കി, അതിനുശേഷം പാരാമിലിറ്ററിലും സെറ്റായി. അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, 2 സേനയിലും ജോലി ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമെന്ന് പറയാൻ അത്ര സിമ്പിൾ അല്ല. ഇന്ത്യൻ ആർമിയിലും അതേപോലെ തന്നെ പാരാമിലിറ്ററിയിലും. അത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറയുന്നത് നല്ലൊരു ചാൻസാണ്. നല്ലപോലെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, തയ്യാറെടുക്കുക. നല്ലപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റും, നല്ലപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ? നെക്സ്റ്റ് പ്രോഗ്രഷൻ, കാരിയർ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായുള്ള വെൽഫെയർ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ എക്സ് അഗ്നിവീർ വിങ്ങിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇനി ഫൈനൽ കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് 50% റിസർവേഷൻ, റിട്ടയർഡ് ആകുന്ന എല്ലാ അഗ്നിവീറിനും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. 5 ഇയേഴ്സ് 3 ഇയേഴ്സ്. ഇപ്പോൾ ഇറങ്ങുന്ന ബാച്ചിന് 5 വർഷം, ഇനി അങ്ങോട്ട് ഇറങ്ങുന്ന ബാച്ചിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി പാരാമിലിറ്ററിയിലേക്ക് നിങ്ങൾ ജോലി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട, അതേപോലെ തന്നെ നിങ്ങളുടെ PST ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട, റിട്ടേൺ എക്സാം നിങ്ങൾക്ക് വരത്തില്ല. ഇതൊന്നും തന്നെ നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വിങ്ങും ഉണ്ട്. ഇത് ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ അഗ്നിപത് സ്കീം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് എന്തായാലും നല്ല രീതിയിലുള്ള സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കും. ഏതെങ്കിലും രീതിയിൽ ഇവർ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഈ 4 വർഷം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ജോബ് ഇവർ പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ നെക്സ്റ്റ് ഇലക്ഷൻ ഇവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. അത് ഇവർക്ക് ആൾറെഡി അറിയാം. അതുകൊണ്ട് അഗ്നിവീർ കാറ്റഗറിയിൽ നിന്ന് റിട്ടയർഡ് ആവുന്ന എല്ലാ പട്ടാളക്കാർക്കും നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാനേ സെൻട്രൽ ഗവൺമെൻറ്റിന് പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പാരാമിലിറ്ററിക്ക് ഇത് ബെനിഫിറ്റ് ആണോ? ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ആണ്. കാരണം എന്താണ്? 4 വർഷം സർവീസ് ചെയ്തിട്ട് ഇറങ്ങിയാണ്. അവർക്ക് ആൾറെഡി ഡിഫൻസ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് ആൾറെഡി വെപ്പൺ ഹാൻഡിലിംഗ് അറിയാം. അതും ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നെ പാരാമിലിറ്ററിയിലോട്ട് ചെല്ലുമ്പോൾ പാരാമിലിറ്ററിക്കും അത് വേറൊരു രീതിയിൽ അത് പോസിറ്റീവാണ്. മനസ്സിലായി? ഇവിടെ നല്ല രീതിയിലുള്ള എക്യുപ്മെൻ്റ് എല്ലാം ട്രെയിൻ ചെയ്തിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പാരാമിലിറ്ററിയിൽ വരുമ്പോൾ അവിടെ അവർ ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ, ഓരോ ടാസ്ക് ഹാൻഡിൽ ചെയ്യും. അത് പാരാമിലിറ്ററിക്കും മറ്റൊരു രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഇനിയും ഒത്തിരി കാര്യങ്ങൾ എന്തായാലും സെൻട്രൽ ഗവൺമെൻറ്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതേപോലെ റെയിൽവേയിലും ഒത്തിരി വേക്കൻസിയും റിസർവേഷനും കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ലപോലെ തയ്യാറെടുക്കാവുന്നതാണ്. ഈ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇന്നലെ വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണിത്. അപ്പോൾ അഗ്നിവീർ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തയ്യാറെടുക്കുക. നിങ്ങൾക്കായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇനിയും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസ് ലൈവായിട്ടും അതേപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ, 2026-27 SSCGയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ഫൈനൽ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, ഇനി അങ്ങോട്ട് കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിരിക്കും. കാരണം എത്ര വേക്കൻസിയാണോ വരുന്നത് അതിൻ്റെ 50% ആരും കൊണ്ടുപോകും? ഈ അഗ്നിവീർ കൊണ്ടുപോകും. പിന്നെ 50% ആണുള്ളത്. അപ്പോൾ ഈ അഗ്നിവീർ അല്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവരുടെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകൾ മലയാളത്തിലും അവൈലബിൾ ആണ്. SSCGD 2026-27 ബാച്ച് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ഓൺലൈൻ്റെ ഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 2950 ആണ്. വളരെ ലോ ഫീസാണ്. ഈ ഒരു ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഇപ്പോഴത്തെ ബാച്ചിൻ്റെ ക്ലാസ്സും ലഭിക്കും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം തുടങ്ങുന്ന 2ാമത്തെ ബാച്ചിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫോം ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർഫോഴ്സ് എക്സ്
വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രെയിനിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഫൈനലി കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, അതേപോലെ തന്നെ ഇതാണ് വാട്സപ്പ് നമ്പർ. എന്ത് ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും SSC GDയുടെയും എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.